وإذ استسقى موسى لقومه فقلنا اضرب بعصاك الحجر فانفجرت منه 12 عينا قد علم كل أناس مشربهم كلوا واشربوا من رزق الله ولا تعثوا في الأرض مفسدين. ആയത്ത് 60. وإذ استسقى موسى لقومه. മൂസാ നബി അലൈഹിസ്സലാം സമുദായത്തിന് വേണ്ടി പടച്ചവനോട് ജലത്തിന് അപേക്ഷിച്ച സന്ദർഭം ഓർക്കുക. ഫഖുൽനാ ദ്രിബ് ബിഅസാകൽ ഹജർ. അപ്പോൾ നാം പറഞ്ഞു, താങ്കളുടെ വടികൊണ്ട് കല്ലിൽ അടിക്കുക. فانفجرت منه 12 عينا. അപ്പോൾ അതിൽ നിന്നും 12 ഉറവകൾ പ്രവഹിക്കുകയുണ്ടായി. قد علم كل أناس مشربهم. ഓരോ വിഭാഗവും അവരുടെ പാന സ്ഥലം മനസ്സിലാക്കുകയുണ്ടായി. കുലൂ വശ്റബൂ മിർ റിസ്ഖില്ലാഹ്. അല്ലാഹു പറഞ്ഞു, പടച്ചവന്റെ അന്നത്തിൽ നിന്നും നിങ്ങൾ ആഹാരപാനീയങ്ങൾ ഉപയോഗിച്ചുകൊള്ളുക. വലാ തഅസൗ ഫിൽ അർദി മുഫ്സിദീൻ. നിങ്ങൾ ഭൂമിയിൽ നാശകാരികളായി അഴിഞ്ഞാടരുത്. ഇസ്രായേൽ സന്തതികളോട് അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ടതും ഇവിടെ അനുസ്മരിക്കപ്പെട്ട അനുഗ്രഹങ്ങളിൽ അവസാനത്തേതുമായ അനുഗ്രഹമാണ്. ജലക്ഷാമം കൊണ്ട് എന്നല്ല, കുടിക്കാൻ വെള്ളം കിട്ടാതെ അവർ ആകെ കഷ്ടപ്പെട്ടു പ്രയാസപ്പെട്ടു. മൂസാ നബി അലൈഹിസ്സലാമിനോട് അവർ അപേക്ഷിച്ചു. മൂസാ അലൈഹിസ്സലാം അല്ലാഹുവിനോട് ജലത്തിന് വേണ്ടി താണുകേൺ അപേക്ഷിച്ചു. അപ്പോൾ അല്ലാഹു കയ്യിലുള്ള വടികൊണ്ട് കല്ലിൽ അടിക്കാൻ പറഞ്ഞു. 12 ഉറവകൾ പ്രവഹിക്കുകയുണ്ടായി. ഉയൂന് മൂസ എന്ന പേരിൽ ഇന്നും ഈജിപ്തിൽ ആ സ്ഥലം അറിയപ്പെട്ടിട്ടുണ്ട്. വലിയ കിടങ്ങുകൾ പോലെയുള്ള കിണറുകൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇസ്രായേൽ സന്തതികൾ 12 കുടുംബങ്ങളായിരുന്നു. അവർ ഓരോരുത്തരും അവരവരുടെ പാനസ്ഥാനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. പരസ്പരം വഴക്കുണ്ടാക്കാതിരിക്കുന്നതിനാണ് 12 സ്ഥലങ്ങളാക്കിയത്. ഓരോ വിഭാഗവും അവരവരുടെ പാനസ്ഥലങ്ങൾ മനസ്സിലാക്കി പാനം നടത്തി. തദവസരം അല്ലാഹു അവരെ അറിയിച്ചു, നിങ്ങൾ പടച്ചവന്റെ ആഹാരപാനീയങ്ങൾ സന്തോഷത്തോട് ഉപയോഗിച്ചുകൊള്ളിൻ. ഒരൊറ്റ നിർദ്ദേശം മാത്രം, നിങ്ങൾ പാപങ്ങൾ പ്രവർത്തിച്ച് നാശങ്ങളുണ്ടാക്കി അഴിഞ്ഞാടരുത്. വളരെ പ്രധാനപ്പെട്ട വചനമാണ്. ഇന്നത്തെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട കേരളീയ സമൂഹത്തിന്റെ ഗുരുതരമായ പ്രശ്നത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ആയത്താണ്. പ്രകൃതി സൗന്ദര്യം കൊണ്ടും സസ്യലതാദികളുടെ ആധിക്യം കൊണ്ടും ധാരാളം ശുദ്ധജലത്തിന്റെ അന്തരീക്ഷം കൊണ്ടും അനുഗ്രഹീതമായ നമ്മുടെ നാട് കടുത്ത വരൾച്ചയിലേക്കും വേനലിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് പ്രകൃതിക്ക് വിരുദ്ധമായ
രീതിയിൽ മരങ്ങൾ നശിപ്പിക്കുക, ജീവിതശൈലികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് ഏറ്റവും വലിയ പ്രകൃതി വിരുദ്ധ കാര്യമായ പാപങ്ങളും പെരുകിക്കൊണ്ടിരിക്കുന്നു. അക്രമങ്ങൾ അധികരിച്ചുകൊണ്ടിരിക്കുന്നു. മഹാന്മാരായ മുഴുവൻ നബിമാരും പടച്ചവന്റെ വിശുദ്ധ വേദങ്ങളും അറിയിച്ചിട്ടുള്ള കാര്യമാണ്. ജലം പടച്ചവന്റെ അമൂല്യമായ അനുഗ്രഹം. അത് ലഭിക്കണമെങ്കിൽ പ്രകൃതിക്ക് അനുകൂലമായ ഈ രണ്ട് കാര്യങ്ങളും നിർവഹിക്കണം. ഒന്ന്, പ്രകൃതിക്ക് ഭീഷണിയായ മുഴുവൻ ജീവിത രീതികളും മാറ്റണം. സസ്യലതാദികളെ ഓമനിക്കണം, ചെടികൾ നട്ടുപിടിപ്പിക്കണം. ഒരു സ്ഥലവും വെറുതെ വിടാൻ പാടില്ല. അതുപോലെ ജലസ്രോതസ്സുകൾ മലിനമാക്കുന്ന പ്രവണതകൾ ഉണ്ടാക്കരുത്. പ്രകൃതിയോട് നമ്മൾ നല്ല നിലയിൽ വർത്തിക്കണം. രണ്ട്, ഏറ്റവും വലിയ പ്രകൃതി രീതിയായ പാപങ്ങളെ വർജിച്ച് ധാർമ്മിക ജീവിതം സ്വീകരിക്കണം. ധാർമ്മിക ജീവിതം സ്വീകരിക്കണം. فَقُلْتُ اسْتَغْفِرُوا رَبَّكُمْ إِنَّهُ كَانَ غَفَّارًا. വളരെ നൂറ്റാണ്ടുകളല്ല, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ള നൂഹ് നബി അലൈഹിസ്സലാം അറിയിക്കുകയുണ്ടായി ജനങ്ങളോട്, നിങ്ങൾ പടച്ചവനോട് പശ്ചാത്തപിച്ച് മടങ്ങിൻ, പാപങ്ങൾ ഉപേക്ഷിക്കൻ, നല്ല ജീവിതം സ്വീകരിക്കൻ. പാപങ്ങൾ പുറത്തു തരും, നിങ്ങളുടെ മേൽ സമൃദ്ധമായി മഴ പെയ്യിപ്പിക്കും, സമൃദ്ധമായി മഴ പെയ്യിപ്പിക്കും. അന്നത്തെ അതേ നിയമമാണ് ഇന്നുമുള്ളത്. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ നാം ചെയ്യണം, മറ്റുള്ളവരെ പ്രേരിപ്പിക്കണം. ഒന്ന്, പ്രകൃതിക്ക് അപകടകരമായ മുഴുവൻ അവസ്ഥകളിൽ നിന്നും നമ്മൾ മാറി നിൽക്കണം. ധാരാളമായി സസ്യങ്ങൾ വെച്ചുപിടിപ്പിക്കണം. വളരെ അത്യാവശ്യ ഘട്ടത്തിലല്ലാതെ സസ്യങ്ങൾ മുറിക്കരുത്. വൃക്ഷങ്ങൾ മുറിച്ചാൽ അതിന് പകരം അടുത്ത വൃക്ഷം നമ്മൾ നട്ടുപിടിപ്പിക്കണം. അതിനെ വളർത്താൻ പരിശ്രമിക്കണം. ഒരു പുണ്യകർമ്മമാണ്, ഇബാദത്താണെന്ന് മനസ്സിലാക്കി ആ കാര്യം നിർവഹിക്കണം. രണ്ട്, പാപങ്ങളിൽ നിന്നും തൗബ ചെയ്യണം. അള്ളാഹുവിനോട് താണുകേണ് മഴയ്ക്ക് വേണ്ടി ഇരക്കണം. താണുകേണ് ഇരക്കണം, ജലത്തിന് വേണ്ടി ഇരക്കണം. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് മാർഗങ്ങൾ കാണിച്ചു തന്നു. ഒന്ന്, ലളിതമായ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. രണ്ട്, സമ്പൂർണമായ വിശാലമായ രീതി. ലളിതമായ മാർഗമെന്ത്? നാം ഓരോരുത്തരും അള്ളാഹുവിനോട് നിഷ്കളങ്കമായി പശ്ചാത്തപിക്കുകയും നിരന്തരം മഴയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ഇരക്കുകയും ചെയ്യുക. നമസ്കാരത്തിന് ശേഷം, ഖുതുബകളിൽ, ഓരോ സമയങ്ങളിൽ നമ്മൾ നിരന്തരം അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടി, മുഴുവൻ ജനങ്ങൾക്കും ഗുണത്തിന് വേണ്ടി ദുആ ഇരക്കുക. അല്ലാഹുമ്മ സ്ഖിനൽ ഗൈസ്, അള്ളാഹുവെ ഞങ്ങൾക്ക് നീ മഴ നൽകണമേ. പടച്ചവന് നീ പറഞ്ഞത് സത്യമാണ്, ഞങ്ങൾ നിന്നോട് പശ്ചാത്തപിച്ച് മടങ്ങുന്നു, നീ നല്ല മഴ നൽകണമേ. നിന്റെ അടിമകൾക്കും നിന്റെ ഭൂമിക്കും ഗുണമായ മഴ നൽകണമേ എന്ന് അധികമായി ദുആ ഇരക്കിൻ. രണ്ട്, ഓരോ മഹല്ലടിസ്ഥാനത്തിലും ഇസ്തിസ്ഖാഇന്റെ നമസ്കാരം നിർവഹിക്കും. അതിന്റെ രീതി ഒരു 3 ദിവസം നോമ്പ് പിടിക്കണം. എന്നിട്ട് അള്ളാഹുവിന്റെ സന്നിധിയിൽ എല്ലാവരും ഹാജരാകണം. മൃഗങ്ങളെയും എല്ലാം കൊണ്ടുവരണം. കൊണ്ടുവരാൻ പറ്റുന്ന സാധനങ്ങളെയെല്ലാം കൊണ്ടുവരും. അതിന് ഏറ്റവും എളുപ്പമായ രീതി, വെള്ളിയാഴ്ച നമ്മൾ മസ്ജിദുകളിൽ ഒരുമിച്ച് കൂടി രാവിലെ കൂടിയാൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ജുമുഅയ്ക്ക് മുമ്പാണെങ്കിലും മതി. ആദ്യം മഴയെ തേടുന്ന 2 റക്അത്ത് നമസ്കരിക്കൻ. എന്നിട്ട് ഖുതുബ ഓതിൻ. അതിൽ അള്ളാഹുവിനോട് താണുകേണ് വളരെയധികം ആത്മാർത്ഥമായി ദുആ ഇരക്കിൻ.
ഇമാമും ഖിബിലയിലേക്ക് തിരിഞ്ഞു നിന്ന് തന്റെ മേൽമുണ്ട് അത് നേരെ തിരിച്ചിട്ട് ദുആ ചെയ്യണമെന്ന് പറയുന്നു. അങ്ങേയറ്റം വിനയം പ്രകടിപ്പിക്കൻ. ഇതാണ് മഴയെ തേടുന്ന നമസ്കാരം. സുന്നത്തായ നമസ്കാരമാണ് ഇത് നിർവഹിക്കൻ. وَإِذِ اسْتَسْقَى مُوسَى لِقَوْمِهِ فَقُلْنَا اضْرِب بِّعَصَاكَ الْحَجَرَ فَانْفَجَرَتْ مِنْهُ 12 عَيْنًا. അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും സമൂഹത്തിനും ഉറവകളിലൂടെ ജലം നൽകി. അല്ലാഹു നമുക്കും അങ്ങനെ നൽകുമാറാകട്ടെ. മഴയിലൂടെ അല്ലെങ്കിൽ ഉറവകളിലൂടെ അല്ലാഹു നല്ല ജലം നൽകുമാറാകട്ടെ. ഇപ്രകാരം ചെയ്താൽ തീർച്ചയായിട്ടും സംഭവിക്കും. ഖദ് അലിമ കുല്ലു ഉനാസിൻ മശ്റബഹും. ഉറവകളിലൂടെയുള്ള ജലം അങ്ങേയറ്റം ആദരണീയമാണ്. ജലത്തെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. അതിൽ മൂത്രമൊഴിക്കാൻ പാടില്ല, വിസർജനങ്ങൾ നടത്തരുത്. ഖദ് അലിമ കുല്ലു ഉനാസിൻ മശ്റബഹും. ജലം, വായു പോലുള്ള എല്ലാവരും പൊതുവായ നിലയിൽ ഉപയോഗിക്കുന്നത് എല്ലാവർക്കും ഉപയോഗിക്കാൻ അതിന് അവസരം നൽകപ്പെടണം. പ്രത്യേകിച്ചും ജീവിത കാര്യങ്ങളിൽ ചിട്ടയും അടുക്കും ചിട്ടയും ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എവിടെയെങ്കിലും ജലം വിതരണം ചെയ്യുന്നു, ആളുകൾ ഉന്തും തള്ളും ഉണ്ടാക്കുന്നു. ക്യൂ സമ്പ്രദായം വളരെ നല്ലതാണ്. വാഹനത്തിൽ പ്രവേശിക്കുന്നു, ക്യൂ ആയിട്ട് പ്രവേശിക്കും. മസ്ജിദിലെ ഉലമാക്കളെ മുസാഫഹത്ത് ചെയ്യുന്നു, ക്യൂ സമ്പ്രദായം സ്വീകരിക്കൻ. 10,000 പേർക്ക് ഇതിലൂടെ നല്ല നിലയിൽ വെള്ളം കുടിക്കാൻ പറ്റും, വാഹനത്തിൽ കയറാൻ പറ്റും, മുസാഫഹത്ത് ചെയ്യാൻ പറ്റും. ഒന്നും തള്ളും ഉണ്ടാക്കിയാലോ 100 പേർക്ക് പോലും മര്യാദയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയില്ല. ചെയ്യുന്നവർ തന്നെ വളരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമായിരിക്കും. ദീൻ അതിനെ ശരിവെക്കുന്നു. അടുക്കും ചിട്ടയും ദീനിലുണ്ട്. പടച്ചവൻ കൽപ്പിക്കുന്നു, കുലൂ വശ്റബൂ മിൻ റിസ്ഖില്ലാഹി വലാ തഅ്സൗ ഫിൽ അർദി മുഫ്സിദീൻ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, പടച്ചവന്റെ ആഹാരപാനീയങ്ങൾ നിങ്ങൾ സന്തോഷത്തോടെ ഉപയോഗിക്കും. പക്ഷേ ഒരു നിബന്ധന, നാശകാരികളായി അഴിഞ്ഞാടരുത്, പാപങ്ങൾ ചെയ്യരുത്. അതിന് 2 അർത്ഥം. 1, പാപങ്ങൾ വർജിക്കണം. 2, നന്മകൾ പ്രവർത്തിക്കണം. അള്ളാഹുവിനോടുള്ള കടമകൾ, സൃഷ്ടികളോടുള്ള കടമകൾ പാലിക്കണം, പാപങ്ങൾ വർജിക്കണം. എന്നാൽ അല്ലാഹു തആല സന്തോഷിക്കും. പടച്ചവൻ വീണ്ടും ജലം നൽകും. ഇതല്ലാതെ വേറെ വഴിയില്ല സഹോദരങ്ങളെ. ഇസ്തിസ്ഖാ, മഴയെ തേടിൻ, ജലത്തെ ചോദിക്കൻ, നിരന്തരം ചോദിക്കൻ, നമസ്കരിച്ചുകൊണ്ട് ചോദിക്കൻ. അതുപോലെ തന്നെ നമ്മൾ ആ ജലത്തെ ഉപയോഗിക്കുന്നതിൽ സൂക്ഷ്മത കാണിക്കൻ. വദുവിന്റെ പേരിൽ, കുളിയുടെ പേരിൽ എത്രയോ ജലമാണ് പാഴാക്കുന്നത്. ഇസ്ലാം അനുവദിക്കുന്നില്ല. ജലം പാഴാക്കുന്നത് നിഷിദ്ധമാണെന്ന് പോലും പണ്ഡിതന്മാർ പറയുന്നു. സഹോദര, ഇതെന്തൊരു ധൂർത്താണ്. ഒഴുകുന്ന നദിയിലാണെങ്കിൽ പോലും ധൂർത്ത് പ്രവർത്തിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമൂല്യമാണ്. നല്ല നിലയിൽ സൂക്ഷ്മതയോടെ ഉപയോഗിക്കൻ, പാപങ്ങൾ വർജിക്കൻ, നന്മകൾ പ്രവർത്തിക്കൻ. വഇദിസ്തസ്ഖാ മൂസ. ഇസ്തിസ്ഖാഇന്റെ നിസ്കാരം. ചില പേരുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും തെറ്റുവരുത്താറുണ്ട്. തറാവീഹ് നിസ്കാരം, തറാബിയ നിസ്കാരമല്ല, തറാവീഹ് നമസ്കാരം. ഇസ്തിസ്ഖാ നിസ്കാരം, അല്ലെങ്കിൽ മലയാളത്തിൽ പറയും മഴയെ തേടുന്ന പ്രാർത്ഥന. وَإِذِ اسْتَسْقَى مُوسَى لِقَوْمِهِ فَقُلْنَا اضْرِب بِّعَصَاكَ الْحَجَرَ فَانْفَجَرَتْ مِنْهُ 12 عَيْنًا.
قد علم كل أناس مشربهم كلوا واشربوا من رزق الله ولا تعثوا في الأرض مفسدين